ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് പന്തല്ലൂരിലാണ്. പന്തല്ലൂർ ടൗണിലാണ്. അതായത് നീലഗിരി ജില്ലയിലുള്ള പ്രധാനപ്പെട്ട 5 താലൂക്കുകളിലെ ഏറ്റവും കേരളത്തിന്റെ ബോർഡറിലുള്ള 2 താലൂക്കുകളാണ്. ഒന്ന് ഗൂഡല്ലൂർ താലൂക്കും പന്തല്ലൂർ താലൂക്കും. അതിൽ പന്തല്ലൂർ താലൂക്കിനാണ് ഉള്ളത്. നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ പരിസരത്തുള്ള ചില എസ്റ്റേറ്റ് ഗ്രാമങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഈ ടൗണിന് ചുറ്റുള്ളതും എല്ലാം എസ്റ്റേറ്റ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് എസ്റ്റേറ്റ് ഗ്രാമങ്ങളും മറ്റൊക്കെ ഒന്ന് കാണാം. ആദ്യം തന്നെ നമ്മൾ വന്നിട്ടുള്ളത് പന്തല്ലൂർ ടൗണിലുണ്ടായിരുന്ന സിനിമ തിയേറ്ററാണത്. ഒരു 80-90കളിൽ ആ സമയത്തൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയൊരു നേരമ്പോക്കായിരുന്നു സിനിമ തിയേറ്റർ. ഇപ്പോൾ അതില്ല. ഇപ്പോൾ അത് ഈ സപ്ലൈ ഓഫീസിൻ്റെ അരി ഗുഡൗൺ ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. പന്തല്ലൂർ റേഷൻ കടയും ഇവിടെ അടുത്ത് തന്നെയാണുള്ളത്. ഈ റേഷൻ കട ആൾക്കാരിരിക്കുന്നു. അത് ഗുഡൗൺ ആണിപ്പോൾ, പക്ഷെ പഴയ തിയേറ്ററാണ്. പന്തല്ലൂരിലൊരു ടീ ഫാക്ടറിയാണത്. പാരിയഗ്രൂ കമ്പനീൻ്റെ കരോളിൻസ് ടീ ഫാക്ടറിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ വന്നത് ഇതിനു മുമ്പ് തന്നെ ചെറിയൊരു ചായക്കട ഉണ്ടില്ലേ, ഇവിടെ നിന്ന് ചായ കുടിക്കാനായിട്ട് വന്നതാണ്. നമ്മൾ ഇവിടെ നിന്ന് ചായ കുടിച്ചതിന് ശേഷം നമ്മൾ എസ്റ്റേറ്റിൻ്റെ അകത്തേക്ക് പോകാം. ഞാൻ പന്തല്ലൂർ വന്നു കഴിഞ്ഞാൽ സാധാരണ ഇവിടെ നിന്നൊരു ചായ കുടിക്കും. കാരണം ഇപ്പോൾ ടൗണിലല്ല, ടൗണിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് മാറിയുള്ളത്. അതായത് സുൽത്താൻ ബത്തേരി പോകുന്ന റോട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഫാക്ടറി ഉണ്ട്, പാരിയഗ്രോ എസ്റ്റേറ്റിൻ്റെ കരോളിൻ ടീ ഫാക്ടറി. ടീ ഫാക്ടറിൻ്റെ മുമ്പിൽ ചെറിയൊരു ഔട്ട്ലെറ്റ് ഉണ്ട്. ഇവിടുത്തെ ചായപ്പൊടിയൊക്കെ വിൽപ്പനയും ചെയ്യും. അതുപോലെ തന്നെ ഇവിടുത്തെ ചായ ലൈവായിട്ട് നമുക്ക് ചായ ഇട്ട് തരും ചെയ്യും. അവിടുത്തെ ചായയാണത്. ചായയൊക്കെ കുടിച്ചതിൻ്റെ ഫാക്ടറിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ പുറകുവശത്തായിട്ട് ഒരുപാട് എസ്റ്റേറ്റ് പാടികളുള്ളൊരു സ്ഥലമുണ്ട്. അതിൻ്റെ പരിസരത്താണ് ഇപ്പോൾ ഞാനുള്ളത്. ഞാൻ ഈ പോകുന്നത് ഈ റോട്ടിലൂടെ നമ്മളെപ്പോഴും യാത്ര ചെയ്യാറ്. അപ്പോൾ ഈ പന്തല്ലൂർ വന്നു പോകുന്നത് നമ്മൾ ഈ റൂട്ടിനാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഇവിടെ വരുമ്പോൾ ഇങ്ങനെ കാണുന്ന ഒരു സ്ഥലമാണ് ഈ അങ്ങോട്ട് കുറേ എസ്റ്റേറ്റ് പാടികളുള്ള ഒരു സ്ഥലം. അപ്പോൾ ഇവിടെ നിന്ന് കാണുമ്പോൾ നല്ലൊരു വൈബാണ്. അപ്പോൾ ഒരുപാട് പാടികളും പിന്നെ അവിടെ ഒരു അമ്പലം ഒക്കെ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ ഇവിടുന്ന് കുറച്ചപ്പുറത്തേക്ക് പോയിട്ടൊരു റോഡുണ്ട്, ചെറിയൊരു റോഡുണ്ട്. ആ റോഡ് വഴി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ എസ്റ്റേറ്റിനുള്ളത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ പരിസര പ്രദേശങ്ങളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ലൊക്കേഷൻ തന്നെ കാരണം നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. മാക്സിമം തേയില എസ്റ്റേറ്റുകൾ തന്നെയാണ് കൂടുതലായിട്ടുള്ളത്. തേയിലത്തോട്ടങ്ങൾക്ക് നടുവിൽ ഇതുപോലത്തെ കുന്നിൻ്റെ മുകളിലായിട്ട് കുറേ പാടികളും മറ്റൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അത് വർഷങ്ങളോളം ആയിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ടാവും. പിന്നെ അവിടെ താമസിക്കുന്ന ആൾക്കാരിനെ കുറേ കൃഷിയൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ താഴെ കണ്ടോ, ഇവിടെ വാഴ കൃഷി നടത്തിയിരിക്കുന്നത് കാണാം. കുറേ സ്ഥലങ്ങളിൽ വാഴ ഇട്ടിട്ടുണ്ട്. കുറേ ആൾക്കാർ അതിൽ ഇപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു മീൻകാരൻ പോകുന്നുണ്ടോ. പക്ഷെ നമ്മൾ അതുവരെ ഒന്ന് പോയിട്ട് കണ്ടാലോ എന്നൊരു ആഗ്രഹം. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. നമ്മൾ ആ റോട്ടിൽ നിന്ന് അങ്ങനെ കറങ്ങി തിരിഞ്ഞാൽ ചാച്ചിടിൻ്റെ ഇടയിൽ കൂടെ ചെറിയൊരു സിമെൻറ്റ് റോഡ് ഉണ്ടായിരുന്നു. അത് വഴി ഇങ്ങോട്ട് പോകുന്നു. ഈ അവിടെ വലിയ വണ്ടികൾക്ക് ഇതിൻ്റെ അകത്തേക്ക് കടന്നു വരാൻ പറ്റില്ല. ബൈക്ക് മാത്രമേ അലൗഡ് ഉള്ളൂ. കാരണം അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പിൻ്റെ അവിടെ ഒരു ബൈക്കിനുള്ള വീൽ ബേസ് മാത്രം കൊടുത്തിട്ടുള്ളൂ. അതിലൂടെ ഇറക്കി കൊണ്ടുവരണം. അങ്ങനെ വന്നപ്പോൾ നമ്മളിവിടെ എത്തിയിട്ട് ഈ ആദ്യത്തെ ഒരു പാടിന് മുമ്പിൽ എത്തുന്നത്. ഇതിൻ്റെ പാടിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഉണ്ട്, പക്ഷെ എല്ലാം മാഞ്ഞു പോയി. കരോളിൻ എസ്റ്റേറ്റ് ആണ്. എസ്റ്റേറ്റ് ഡിവിഷന്, സ്കൂൾ ലൈൻ, യൂണിറ്റ്സ്, പോപ്പുലേഷനൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷെ സംഖ്യകളൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട്. ഈ സിമെൻറ്റ് റോഡ് വഴി അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് പോകാൻ പറ്റും. നമുക്കൊന്ന് പോയി നോക്കാം. ഞാൻ അവിടുന്ന് വന്നിട്ട് ഇപ്പോൾ അവിടുത്തെ പാടികളുടെ നടുക്കൂടെ നടക്കുന്നത്. തിങ്കളാഴ്ച സമയമാണ്, വർക്കിംഗ് ഡേ ആണ്. ആൾക്കാരൊക്കെ ജോലിക്കൊക്കെ പോയിട്ടുണ്ടാവും. ഏതായാലും ഇതിന് മുകളിലേക്ക് ഇനിയും പോകാൻ സ്ഥലമുണ്ട്. നമ്മൾ മുകളിലേക്ക് എത്തിയിട്ടില്ല. ഇവിടുത്തെ പാടികളുടെയൊക്കെ അവസ്ഥ ഇങ്ങനെയാണ്. വലിയ ലൈൻസ് ഉണ്ട്. അതുപോലെ തന്നെ അവിടെ ആ ഭാഗത്തുണ്ട് ചെറിയ ചെറിയ കെട്ടിടങ്ങളുണ്ട്. സാധാരണ എസ്റ്റേറ്റ് പാടികളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ചെറിയ ബിൽഡിങ്ങുകൾ. അത് എസ്റ്റേറ്റ് ഗ്രേഡ് കൂടിയ സ്റ്റാഫുകൾക്കുള്ള ക്വാർട്ടേഴ്സ് ആണെന്നുള്ളതൊന്നും അറിയില്ല. ഓക്കെ, അവിടെ കാണാം. അതൊക്കെ കുറച്ച് ചെറിയ ചെറിയ കെട്ടിടങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം. ഓക്കെ, ഒരു ഫുട്പാത്ത് റോഡുണ്ട്. ഇതിലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വണ്ടി മുകളിലേക്ക് പോകാൻ പറ്റുമെന്നറിയില്ല. നമുക്ക് പോയി നോക്കാം. പിന്നെ ഇവിടെ ഒരു സ്കൂളും ഉണ്ട്. ഒരു സ്റ്റാർട്ടിങ് 5ാം ക്ലാസ് വരെയുള്ള സ്കൂളായിരിക്കാനാണ് സാധ്യത. LP സ്കൂൾ എന്ന് പറയില്ലേ, ആ ഒരു കണ്ടീഷനിലുള്ളൊരു സ്കൂളുണ്ട്. ഒരു സ്കൂളാണ്. ഊറച്ചിയൊൻറിയ ആറമ്പപ്പള്ളി എന്നുള്ളൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതായത്
സ്കൂള് ഇതിനുള്ളിൽ പെർമിഷനൊക്കെ എടുക്കേണ്ടി വരും കയറാൻ. ഓക്കെ, അതാണ് സ്കൂള്. സ്കൂളിന് മുമ്പിലൂടെ പറഞ്ഞ സിമെന്റ് റോഡ് ഇതുവരെ ഉള്ളൂ, ഇതിന്റെ അപ്പുറത്തേക്ക് ഇല്ല. ഇവിടെ ഒരു ചെറിയ അമ്പലമാണെന്ന് തോന്നുന്നു. അമ്പലമാണെന്ന് തോന്നുന്നുണ്ട്. അമ്പലമാണോ? അമ്പലമാണ്. അതായത് ഒരു അമ്പലമാണ്. അമ്പലത്തിന്റെ അതുവരെ ഉള്ളൂ. പിന്നെ അവിടെ അപ്പുറത്തൊരു കെട്ടിടം കാണാതെ എനിക്ക് തോന്നുന്നത് നഴ്സറി സ്കൂളാണോ സംശയമുണ്ട്. അത് തന്നെയാണ്. കുട്ടികളുടെ ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്, ചെറിയ കുട്ടികളുടെ. അപ്പോൾ നമുക്ക് പോകേണ്ടതിൻ്റെ മുകളിലേക്ക് വണ്ടി കൊണ്ടുപോകാൻ സാധ്യത എല്ലാം തോന്നുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്പ് വഴി കയറി വേണ്ടി വരും പോയി കഴിഞ്ഞാൽ മേലെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അതുപോലെ അറിയുള്ളൂ. ഇനി വണ്ടി കൊണ്ടുപോകാൻ വല്ല മാർഗം ഉണ്ടോ എന്ന് അന്വേഷിച്ചു നോക്കട്ടെ. ഞാനിപ്പോൾ ആ സ്കൂളിൻ്റെ അകത്തേക്ക് കയറി വന്നു. ഇത് ഇവിടുത്തെ ചെറിയൊരു പ്രൈമറി സ്കൂളാണ്. വേണ്ട, അവിടെ കുറച്ച് സ്റ്റുഡൻസേ ഉള്ളൂ. സ്ട്രെങ്ത് എவ்வளோ ടീച്ചർ சொன்னீங்க? இல்லை ஸ்ட்ரெങ്ത് 45 43 ടോട്ടലാ 43. ഓക്കെ. അപ്പോൾ ഇവിടെ ടോട്ടലായിട്ട് 43 കുട്ടികൾ പഠിക്കുന്ന ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് കുട്ടികളെന്ന് വെച്ചാൽ ഇവിടെ ഈ പരിസരത്തുള്ള പാടികളിൽ നിന്ന് വരുന്ന കുട്ടികൾ മാത്രമേ ഉള്ളൂ. പിന്നെ അപ്പുറത്ത് ഈ തൊണ്ടിയാളം എന്ന് പറഞ്ഞ ചെറിയൊരു അങ്ങാടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചുറ്റിപ്പറ്റുള്ള കുറച്ച് വീടുകളിൽ നിന്നുള്ള കുട്ടികൾ മാത്രമേ ഇവിടെ പഠിക്കാൻ വരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് പന്തലൂരാളോടൊക്കെ ആയിട്ട് വലിയ സ്കൂളുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊരു പ്രൈമറി സ്കൂളാണ്. അപ്പോൾ ഈ രണ്ട് കാണുന്ന കെട്ടിടം മാത്രമേ ഉള്ളൂ ഈ സ്കൂളിൻ്റെ ഭാഗമായിട്ട്. പിന്നെ ഇവിടെ ഒരു സത്തുണവിൻ്റെ ഒരു കെട്ടിടമുണ്ട്, കിച്ചൺ. ഓക്കെ. അപ്പോൾ അതായത് ടോട്ടൽ കുട്ടികൾ ഇത്രയേ ഉള്ളൂ. 3 സ്റ്റാഫും ഉണ്ട്. അതായത് ഒരു പെർമനൻറ്റ് ടീച്ചറും അതുപോലെ തന്നെ രണ്ട് SMC വെച്ച 2 ടീച്ചർമാരും ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ടോട്ടൽ കുട്ടികൾ. ടീച്ചറുടെ നെയിം ജയന്തി പേര് ഇവിടുത്തെ ഒരു ടീച്ചറാണ്. പിന്നെ ഇവിടുത്തെ ടോട്ടൽ കുട്ടികളാണ് ഇവിടെ. ഇതിപ്പോൾ 1ാം ക്ലാസ്സിലിരുന്ന് 5ാം ക്ലാസ് വരയ്ക്കുള്ള ടോട്ടൽ 43 അത്രയും കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ 2 ടീച്ചർമാർ വേറെ ഉണ്ട് കേട്ടോ. അവർ ഇവിടുത്തെ കമ്മിറ്റി നിയമിച്ചിട്ടുള്ള ടീച്ചർമാരാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ തൊണ്ടിയാൾക്ക് ചെറിയൊരു സ്കൂളും അവിടുത്തെ ടോട്ടലായിട്ടുള്ള കുട്ടികളും. എൻ്റെ പേരോ? ഞാൻ അവിടുന്ന് നമ്മൾ ആ റോട്ടിൽ നിന്ന് കണ്ട അമ്പലമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ പരിസരത്തേക്ക് മോൾ ഭാഗത്തേക്ക് ഞാൻ വേറൊരു വഴി കൂടെ കറങ്ങി ഇങ്ങോട്ട് വന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ വേറെ ചെറിയൊരു പ്രശ്നം ഒന്നുമല്ല. ഇവിടെ ഒരു വീട്ടിൽ ചെറിയ കുട്ടി, നമ്മൾ കണ്ട സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്, 3ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി. അത് ഇന്നലെ രാത്രി ഇങ്ങനെ മരണപ്പെട്ടു. അത് വൈറൽ ഫീവറായിട്ട് എന്തോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് അത്ര. ഇന്നലെ രാത്രി കുട്ടി മരിച്ച്. അപ്പോൾ അതിൻ്റെ ഒരു ദുഃഖത്തിൽ നിൽക്കുന്ന സമയമാണ് ഇവിടെ എല്ലാവരും. സമയത്ത് നമ്മളൊരു വീഡിയോ എടുക്കാൻ വന്നത് അത്ര നമുക്കൊരു ഹാപ്പിയായിട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ താഴേക്ക് മൊത്തം ഇപ്പോൾ ആൾക്കാർ ആ കുട്ടീൻ്റെ ബോഡി എടുക്കാനായിട്ടുള്ള സമയമായിട്ട്. അപ്പം എല്ലാവരും അതിൻ്റെ ഒരു ഇതിൽ നിൽക്കുന്നതാണ്. ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ബാക്കി ഭാഗങ്ങളൊന്നും ഇപ്പോൾ നമ്മളിന്ന് കാണുന്നത് നമുക്ക് എന്തോ ഒരു തോന്നുന്നില്ല. അങ്ങനെ വീഡിയോ തൽക്കാലം ഇവിടെ നിർത്തുന്നു. നമുക്ക് പിന്നീടൊരു അവസരത്തിൽ നമുക്ക് ഇതുപോലത്തെ ചെറിയ എസ്റ്റേറ്റ് ഏരിയകളിൽ ഉള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ. ഇപ്പോൾ ഈ തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. കാണാനും പോകാനൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ സാഹചര്യം കൊണ്ട് നിർത്തണം കേട്ടോ. പിന്നീട് ഒരിക്കൽ നോക്കാം. അപ്പോൾ വേറെ ഒന്നുമില്ല, നിർത്തുന്നു. ബൈ.